മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി 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 ന്യൂ ഇയർ. ഒരു അടിപൊളി വർഷം ഉണ്ടാവട്ടെ. കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന വിഷ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വർഷത്തിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. അപ്പോൾ 2024 തീരുന്നതിന് മുമ്പ് എനിക്ക് ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ ഓഫ് 2024 പിന്നെ ഈ 2024 തീരുന്നതിന് മുമ്പ് എനിക്കൊരു Q&A ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഈ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 1 year ആയി. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 6 years കൂടുതലായി. പക്ഷേ അത് ഞാൻ പണ്ടെങ്ങാണ്ട് തുടങ്ങി എന്തോ ഒരു ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ തോന്നുന്നു. പക്ഷെ നമ്മളൊരു ചാനൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് കറക്റ്റ് 1 year ആയി. കഴിഞ്ഞ ന്യൂ ഇയർ ജനുവരി സമയത്താണ് ഞാനൊരു Q&A പോസ്റ്റ് ചെയ്തത്. ഇപ്പം 1 year ആയി. ഓക്കെ, സോ ആൻഡ് ഈ 1 yearൻ്റെ ഇടയിൽ വി കംപ്ലീറ്റഡ് 100K ഫാമിലി. ഇപ്പം എനിക്ക് തോന്നുന്നു 1.10 lakh സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ 100K ആയതും 2024 എനിക്ക് 100K ആയിട്ട് അന്ന് തന്നെ എനിക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. താങ്കിങ് ഓൾ ഓഫ് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. പക്ഷേ വീണ്ടും ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ആ പ്രശ്നം കാരണം എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രശ്നം വേറൊന്നുമല്ല ഗൈസ്, എനിക്ക് ഫോണിൽ ഭയങ്കരമായിട്ട് സ്റ്റോറേജ് ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വേറെ ബാക്കപ്പ് എൻ്റെ പഴയ ഫോണുണ്ട്, പക്ഷെ അതിലും ഞാൻ ഇതിലാണ് വീഡിയോസ് സ്റ്റോർ ചെയ്യുന്നതും എടുക്കുന്നതുമെല്ലാം. മറ്റേ ഫോണിലും സ്റ്റോർ ചെയ്യാറുണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ. അപ്പോൾ എൻ്റെ രണ്ട് സംഭവത്തിലും രണ്ട് സംഭവത്തിലും അതായത് 2 ഫോണിലും സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ ഡിലീറ്റ് ചെയ്ത് എത്ര ഡിലീറ്റ് ചെയ്താലും വൺസ് ഐ സ്റ്റാർട്ട് ഷൂട്ടിങ് സംതിങ് അപ്പോൾ എഴുതി കാണിക്കും സ്റ്റോറേജ് ഫുള്ളാണ്. ഇത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനേ മൂടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇതായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്റ്റോറേജ് ഫില്ലാവുന്നത്. അങ്ങനെ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യും. ലാസ്റ്റ് ഡിലീറ്റ് ചെയ്യാനൊന്നും ഇല്ലാണ്ടായി, ബട്ട് ഭയങ്കര സ്റ്റോറേജ് ഇഷ്യൂസ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാണ്ടിരുന്നത്. ഈവൻ 100K അന്ന് പോലും ഞാൻ പിന്നെ വിചാരിച്ചു ശരി എന്നാലും 24 തീരുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇടാം. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ എന്തായാലും മേ ബി 2025 എനിക്ക് ഈ 100K പറ്റി സംസാരിച്ചൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് യോഗമുള്ളത്. അപ്പോൾ 2025 എന്തോ വീഡിയോ ഞാൻ ആദ്യം ഇടും. ഐ വോണ്ട് സംതിങ്, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത്. കാരണം എനിക്ക് 100K എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമില്ല. ഇറ്റ്സ് എ വെരി ബിഗ് തിങ് ഫോർ മീ. കാരണം യൂട്യൂബ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കുറേ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് പറ്റുമോ, എനിക്ക് ബേസിക്കലി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. എന്നുവെച്ചാൽ എനിക്ക് അറിയുന്ന ആൾക്കാരായിട്ട് ഞാൻ ഇങ്ങനെ വാദവരാതെ സംസാരിക്കുമെങ്കിലും ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ മാറിയതും യൂട്യൂബ് കാരണമാണ്. ഫുള്ളായിട്ട് മാറിയെന്നല്ല, ബട്ട് സ്റ്റിൽ കുറേ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാനുള്ള മടി കാരണവും പിന്നെ എനിക്കിങ്ങനെ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, കുറച്ചും കൂടി ഹാർഡ് വർക്ക് വേണ്ടേ. ഇനി യൂട്യൂബിൽ മറ്റത് നമ്മളിപ്പം റീൽസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു 1 minute മാക്സിമം നമ്മൾ എടുക്കുന്ന എഫേർട്ട്. പക്ഷെ ആ ഒരു 1 minute കുറേ എഫേർട്ട് ഉണ്ട്. എന്നാൽ പോലും അതിനേലും കുറച്ചും കൂടെ എഫേർട്ട് എഡിറ്റിംഗ് സെഷൻ വരുമ്പോഴത്തേക്കും യൂട്യൂബിൽ വേണം. പിന്നെ ഐ എം വെരി കമ്പൽസറി, ഞാൻ ഇടുന്ന സാധനങ്ങൾ കുറച്ച് ക്വാളിറ്റിയുള്ള സാധനമായിരിക്കണം. ഇപ്പോൾ ഭയങ്കര അങ്ങനെയല്ല, ബട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആവണം. ചുമ്മാ എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യുക, ഇടുക, വീഡിയോ ആക്കുക, അതിനോട് എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ഒരു യൂസ്ഫുൾ സാധനമായിരിക്കണം, സംതിങ് ആ വീഡിയോയിൽ ഉണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതെനിക്ക് പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന സാധനമായിരുന്നു. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ തുടങ്ങി 100K ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വലിയ അച്ചീവ്മെൻറ്റ് പോലെയായിരുന്നു. ഐ വാസ് വെരി ഹാപ്പി. ഓക്കെ, അപ്പം യെസ്, കമ്മിങ് ടു ദ പോയിന്റ്. ഇന്ന് ഞാൻ സ്പെഷ്യലാണ് എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഇന്ന് ഈ സ്റ്റോറേജിൻ്റെ ഇഷ്യൂസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിനി വീഡിയോസ് ഇടണമല്ലോ. ഞാൻ ഈ സ്റ്റോറേജ് ഇത് പറഞ്ഞോണ്ടിരുന്ന എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും എല്ലാം ഞാൻ ആദ്യം ഫോൺ എടുക്കണം എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഐ വാസ് ലൈക്ക് ഫോൺ വേണ്ട, കാരണം എൻ്റെ ഈ ഫോണിന് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാമറയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഫോണിനില്ല. സ്റ്റോറേജ് മാത്രമാണ് ഒരു ഇഷ്യൂ ഉള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫോണില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഫോൺ ഇപ്പോൾ എടുക്കണ്ട എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തി. ആൻഡ് ഫൈനലി ഞാൻ മാക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് മാക്ക് എടുക്കണം എൻ്റെ. കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന HP-യുടെ ലാപ്പാണ്. ഒരുപാട് വർഷമായി, എനിക്കൊന്നു 4-5 വർഷമായി തോന്നുന്നു ആ ലാപ്പ് എടുത്തിട്ട്. അപ്പോൾ അത് കേടായിരുന്നു ഇടയ്ക്ക്, എനിക്കത് ശരിയാക്കി. ബട്ട് സ്റ്റിൽ അതൊരു 1 year ഓടും എന്നിങ്ങനെ പറഞ്ഞിരുന്നു ശരിയാക്കി പാച്ചായിട്ട്. അപ്പോൾ എന്തായാലും ഒരു ലാപ്പ് എടുക്കണമായിരുന്നു. അപ്പോൾ മാക്ക് എടുക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ കടയിൽ ചെന്ന് നമ്മൾ ബുക്കൊക്കെ ചെയ്ത് വെച്ചു, നമ്മൾ നോക്കി. ആൻഡ് ഇന്ന് നമ്മൾ പോയി എടുക്കുകയാണ് മാക്ക്.
ഹാപ്പി ഗൈസ്. എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ തന്നെ ഇപ്പം എന്താ പറയുക, എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒക്കെ ഐ ഫീൽ ഭയങ്കര പ്രൗഡ്, ഐ ഫീൽ ഭയങ്കര ഹാപ്പി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ആദ്യം തന്നെ ഈ വർഷം. അപ്പം ദിസ് മൈറ്റല്ല, ഉറപ്പായിട്ടും ഇത് തന്നെയായിരിക്കും നിങ്ങൾ 2025 എൻ്റെ ചാനലിൽ കാണുന്ന ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമല്ലേ? എനിക്കാണ്. അപ്പോൾ ഇതെന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ 100K സെലിബ്രേഷനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കാണിക്കാമെന്ന് വെച്ചു. അത് കുറേ ആയിട്ടോ, 100K നമുക്ക് എന്നാണോ ആയത് ആ ദിവസമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. ആക്ച്വലി അന്ന് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേക്ക് കട്ട് ചെയ്യാനോ. അതുപോലെ തന്നെ ഞാൻ രാവിലെ അമ്മയടുത്ത് പറഞ്ഞു, ഇന്ന് ചിലപ്പോൾ 100K ആവും, നമുക്ക് കേക്ക് കട്ട് ചെയ്യണോ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്തിനാ, വേണ്ട, കേക്ക് ഒന്നും കട്ട് ചെയ്യണ്ടല്ലോ. ഞാനും ശരി എന്നാ വേണ്ട, ഞാനും അതങ്ങനെ വിട്ടു. ലൈക്ക് 100K അല്ലേ, നോട്ട് എ ഗ്രേറ്റ് ഡീൽ ആയിരിക്കും ചിലപ്പോൾ. എനിക്ക് പക്ഷെ ഭയങ്കര ഇതായിരുന്നേ. ഇവൻ അച്ഛനമ്മയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഞങ്ങൾ വെച്ച് വേണ്ട, ചുമ്മാ അത് പ്രഹസനമാവും, ശരി വേണ്ട, അങ്ങനെ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ അന്ന് രാത്രി സോനുവും അങ്കിളും ആൻറ്റിയും പിന്നെ സോനുൻ്റെ കസിനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ലൈക്ക് ഐ ഹാഡ് നോ ഐഡിയ. അവരിങ്ങനെ വന്നിട്ട് എനിക്ക് സർപ്രൈസ് തന്നു. ഭയങ്കര സന്തോഷമായി എനിക്ക്. ഞാൻ ആദ്യം ഇങ്ങനെ വന്ന് ഐ വാസ് സർപ്രൈസ് ടു സീ അവിടെ കേക്ക് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഹോംലെസ് ലുക്കിലായിരുന്നു വീട്ടിൽ തന്നെ, എനിക്ക് വയ്യായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര പിച്ചക്കാരിയെ കണക്കാണ് നിന്നത്, വീട്ടിലല്ലേ. അപ്പോൾ ആൻഡ് ഇവർ വന്നതും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. പിന്നെ ഞാൻ പോയി ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വന്ന് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ഷോർട്സ് എടുത്തത് കാണിച്ചു തരാം. കുട്ടി 100K സെലിബ്രേഷൻ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ക്ലാസ്സിന് ഞാൻ ആസ് യൂഷ്വൽ ക്ലാസ്സിന് പോയി. അപ്പോൾ അവിടെയും എനിക്ക് എൻ്റെ ഫ്രണ്ട് എനിക്ക് കേക്കും അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ മേടിച്ചു തന്നു. സോ ബേസിക്കലി ഐ വാസ് വെരി ഹാപ്പി. എനിക്കിങ്ങനെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ഹാപ്പിനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞ് അച്ചീവ്മെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് പറയുന്നത് ഐ ഫീൽ ബ്ലെസ്ഡ്, ഐ ഫീൽ ഹാപ്പി. ഓക്കെ, ടച്ച് വുഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി സമയമായി. എൻ്റെ അച്ഛനൊന്നും വെയിറ്റ് ചെയ്ത് അവർ റെഡിയായി താഴെ ഇരിക്കുകയാണ്. ഞാൻ മറ്റേ വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുകളിൽ കയറി വന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ നമ്മൾ ലുലുവിലോട്ട് പോവാണ്. ഇമാജിൻ എന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പോയി നോക്കി ഓർഡറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് പോയി മേടിക്കണം. സോ ലെറ്റ്സ് ഗോ ഗൈസ്, കം ഓൺ. ഫുൾ പച്ചേര നടുക്ക് കിടക്കണം. ബൈ ബൈ സുന്ദര, ബൈ സുന്ദര. അമ്മ പറ ബൈ ബൈ. ഭയങ്കര വെയിലാണ്.
രസമുണ്ട്, പക്ഷെ വേണ്ട, ടാനാവും. നമ്മൾ കരിക്ക് കുടിക്കാൻ വന്നു. ഇപ്പൊ കൊണ്ടുവരും. സ്പീഡിൽ പറന്നു വന്ന അവിടുന്ന്. ഇതല്ലേ അച്ഛൻ നല്ല കളറ്? പക്ഷെ അത് നോക്കി ഇങ്ങനെ വെക്കുമ്പോ ഇവിടെ കണ്ണ് തൊട്ടാലേ പാട് വരും. ഇത് കണ്ട? ആ അല്ലേ, ഇതല്ലേ നല്ലേ? അങ്ങനെ കുത്തല്ലേ, ഇങ്ങനെ കുത്ത്. ശരി ശരി. ലാപ്പൊക്കെ മേടിച്ചിട്ട് വന്നു. ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ വീഡിയോ വൈൻഡ് ചെയ്തില്ല എന്നുള്ളത്. സോ ഗൈസ്, ഐ ഫീൽ ഭയങ്കര ഹാപ്പി. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ദിസ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ എന്നുള്ളത്, പക്ഷേ എനിക്ക് ഇറ്റ് ഇസ് എ വെരി ബിഗ് അച്ചീവ്മെൻറ്റ്. കാരണം ഞാനിപ്പോൾ ഈ ഇടയ്ക്കൊന്നും എൻ്റെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യണമെന്നോ അതുപോലെ തന്നെ മാക്ക് എടുക്കണമെന്നോ ഒന്നും എൻ്റെ പ്ലാൻസിലേ ഉണ്ടായിരുന്നതല്ല. പക്ഷേ ഇങ്ങനെ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് ദിസ് ഇസ് വാട്ട് ഐ ഡു. അപ്പോൾ എനിക്ക് എന്തായാലും വീഡിയോ എടുക്കണം. അപ്പോൾ അതിന് പറ്റാണ്ടായപ്പോഴാണ് എന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചതും ഇന്നലെ പോയി നോക്കിയതും സംഭവമൊക്കെ ചെയ്തത്. അപ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക്. താങ്ക് യു സോ മച്ച് ഈച്ച് വൺ ഓഫ് യു വാച്ചിങ് ദിസ് ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യു ലവ് ആൻഡ് സപ്പോർട്ട്. നമ്മളിപ്പോൾ 100K ഫാമിലി ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സിൻസ് ഐ സെഡ് ഇങ്ങനെ തുടങ്ങണോ വേണ്ടേ എന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന ഒരാളിൽ നിന്നും എനിക്കിപ്പോൾ ഈ 100K ഫാമിലിയിലെത്തി നിൽക്കുമ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആയിരുന്ന സമയത്ത്, യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ഇഫ് സംബഡി സീ മീ, അവർ വന്ന് ഫോട്ടോ എടുക്കും, പോവും, ആ വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടമാണ്, അങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോകും. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഞാൻ വീഡിയോസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഏജിലുള്ള കുറേ ആൻറ്റിമാർ വന്നിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ട്. ഭയങ്കര അവരുടെ എന്താ പറയുക, അവരുടെ വീട്ടിൽ കുട്ടിയെന്നുള്ള പോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ മോളെ വീഡിയോ കണ്ടു, നല്ല രസമാണ്, ഇന്ന സ്ഥലത്ത് പോയിരുന്നു, അല്ല ഇത് ഞാൻ കഴിഞ്ഞ ഒരു ആൻറ്റിയെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സ്മൂത്തി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾ ഇന്ന് ലുലുവിൽ വന്നപ്പോൾ നമ്മൾ സ്മൂത്തിയുടെ സാധനം മേടിക്കാൻ പോവാൻ. അങ്ങനെയൊക്കെ അവർ ഓരോ വീഡിയോസ് കണ്ട് അതിൽ കണക്റ്റഡ് ആയിട്ട് വന്ന് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ യെസ്, ഐ ഫീൽ വെരി 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 ഹാപ്പി. ആൻഡ് ഈവൻ 100Kയുടെ സെലിബ്രേഷൻ ഒന്നും ഭയങ്കര സെലിബ്രേഷൻ ഒന്നുമല്ല, സോനു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് മേടിച്ചുകൊണ്ട് തന്നെയാണ്. അതിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ അച്ചീവ്മെൻറ്റ് ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ അച്ചീവ്മെൻറ്റിൽ ഹാപ്പി ആവുന്ന ഒരു ഫ്രണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തോട്ട് ഈ വീഡിയോ നിങ്ങൾ കാണണം എന്ന് വിചാരിച്ചു അതും. ആൻഡ് 2025 എൻ്റെ ആദ്യത്തെ വീഡിയോ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ, എനിക്ക് ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ മാക്ക് എടുത്തതാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ 100K അതെനിക്ക് 2024 ഇടുന്നതായിരുന്നു. ബട്ട് കുഴപ്പമില്ല, ഇതായിരിക്കും റൈറ്റ് ടൈം. എവറിത്തിങ് ഹാസ് എ റൈറ്റ് ടൈം എന്നാണല്ലോ. അപ്പോൾ ഇതായിരിക്കും നല്ലൊരു വീഡിയോ, നല്ലൊരു സ്റ്റാർട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ടച്ച് വുഡ്, എന്നും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇനി സ്റ്റോറേജ് പ്രശ്നമൊന്നും ഇല്ലായിരിക്കും, അല്ലേ? ഇല്ലായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇനി കുറച്ചും കൂടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യണം. എൻ്റെ 2025 എന്താ പറയുക,
റെസൊല്യൂഷനാണ്. ഞാൻ ഇനി മുതൽ യൂട്യൂബിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടി നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത്. നിങ്ങൾക്ക് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തോ? നിങ്ങളുടെ റെസൊല്യൂഷനൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞാനൊന്ന് ലാബ് തുറന്ന് നോക്കട്ടെ. ഞാൻ ഇതുവരെ വന്നിട്ട് തുറന്ന് നോക്കിയിട്ടില്ല. അച്ഛനും അമ്മയും കൂടെ വിളിച്ചിട്ട് അവരെയും കൂടി വെച്ചൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ എന്നിട്ട് നിങ്ങളോട് ടാറ്റ ബൈ ബൈ പറയാം. ഓക്കെ. അന്ന് നീലായിരുന്നല്ലേ കല്ലു? ആരാച്ചുവാ കല്ലുവിന്റെ അച്ഛൻ ഈ ഒരു ഷർട്ട് മാത്രമേ കറക്റ്റ്. അവിടെ അതിന്റെ ചാർജർ ഇരിക്കണേ. ഓ ഇടിച്ചു. ഹാപ്പി ന്യൂ ഇയർ 2025. അവിടെ ഹാപ്പി, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. okay bye. So thank you so much for watching the video. Very happy new year. Okay.